ഈശ്വംശേക്ക് സ്തുതിയായിരിക്കട്ടെ. റൂത്തിൻ്റെ പുസ്തകം 2-ാം അധ്യായം നമുക്ക് പഠിക്കാം. റൂത്ത് ബോവാസിൻ്റെ വയലിൽ എന്ന ഒറ്റ തലക്കെട്ടോടുകൂടിയാണ്, ഒറ്റ ശീർഷകത്തിന് താഴെയാണ് റൂത്തിൻ്റെ പുസ്തകം 2-ാം അധ്യായത്തിലെ 1 മുതൽ 23 വരെയുള്ള തിരുവചന ഭാഗങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ റൂത്തിൻ്റെ പുസ്തകത്തിൽ ആദ്യ 23 തിരുവചന ഭാഗങ്ങളേ ഉള്ളൂ. അതിനകത്തെ ശീർഷകം തുടങ്ങുന്നത് റൂത്ത് ബോവാസിൻ്റെ വയലിൽ നിന്നാണ്. ഇനി 1-ാം തിരുവചനം പറയുന്നു, നവോമിയുടെ ഭർത്തൃ കുടുംബത്തിൽ ബോവാസ് എന്നു പേരായ ഒരു ധനികൻ ഉണ്ടായിരുന്നു. 2-ാം തിരുവചനം പറയുന്നു, ഞാൻ പോയി എന്നെ അനുവദിക്കുന്നവരുടെ വയലിൽ കാല പെറുക്കട്ടെ എന്ന് മൊവാബിയായ റൂത്ത് നവോമിയോട് ചോദിച്ചു. അപ്പോൾ റൂത്തിൻ്റെ പുസ്തകം 2-ാം അധ്യായം 2-ാം വാക്യത്തിൽ നവോമിയോട് റൂത്ത് ചോദിക്കുകയാണ്, ഞാൻ പോയി എന്നെ അനുവദിക്കുന്നവരുടെ വയലിൽ കാല പെറുക്കട്ടെ എന്ന്. 3-ാം തിരുവചനം പറയുന്നു, 3-ാം തിരുവചനത്തിൽ പറയുന്നു, അവൾ പറഞ്ഞു, പോയിക്കൊള്ളുക. റൂത്ത് വയലിൽ ചെന്ന് കൊയ്ത്തുകാരുടെ പിറകെ കാലാപെറുക്കി. എലിമെലെക്കിൻ്റെ കുടുംബത്തിൽപ്പെട്ട ബോവാസിൻ്റെ വയലിലാണ് അവൾ എത്തിച്ചേർന്നത്. അപ്പോൾ റൂത്ത് കാലപെറുക്കാനായിട്ട് എത്തിച്ചേർന്നത് ആരുടെ വയലിലാണ്? എലിമെലെക്കിൻ്റെ കുടുംബത്തിൽപ്പെട്ട ബോവാസിൻ്റെ വയലിലാണ് അവൾ എത്തിച്ചേർന്നത്. ഇനി 4-ാം തിരുവചനം പറയുന്നു, ബോവാസ് ബെത്ലേഹേമിൽ നിന്ന് വന്നു, കർത്താവ് നിങ്ങളോടുകൂടെ എന്ന് പറഞ്ഞ് അവൻ കൊയ്ത്തുകാരെ അഭിവാദനം ചെയ്തു. കർത്താവ് അങ്ങേ അനുഗ്രഹിക്കട്ടെ എന്ന് അവർ പ്രത്യഭിവാദനം ചെയ്തു. അപ്പോൾ ബോവാസിൻ്റെ മനസ്സിൻ്റെ മഹനീയത വ്യക്തമാക്കുന്ന തിരുവചന ഭാഗമാണത്. അതായത് കൊയ്ത്തുകാരെ, തൻ്റെ ഭൃത്യന്മാരെ, ജോലിക്കാരെ അഭിവാദനം ചെയ്യാനുള്ള എളിമ ഉള്ള ഹൃദയം നിറഞ്ഞ വ്യക്തിയായിരുന്നു ബോവാസ്, അല്ലേ? ബോവാസ് ബെത്ലേഹേമിൽ നിന്ന് വന്നു, കർത്താവ് നിങ്ങളോടുകൂടെ എന്ന് പറഞ്ഞ് അവൻ കൊയ്ത്തുകാരെ അഭിവാദനം ചെയ്തു. കർത്താവ് അങ്ങേ അനുഗ്രഹിക്കട്ടെ എന്ന് അവർ പ്രത്യഭിവാദനം ചെയ്തു. ഇനി 5-ാം തിരുവചനം, കൊയ്ത്തുകാരുടെ മേൽനോട്ടം വഹിച്ചിരുന്ന ഭൃത്യനോട് ബോവാസ് ചോദിച്ചു, ആരാണ് ഈ യുവതി? അപ്പോൾ ആരാണ് ഈ യുവതി എന്ന് ബോവാസ് ചോദിച്ചത് ആരോടാണ്? കൊയ്ത്തുകാരുടെ മേൽനോട്ടം വഹിച്ചിരുന്ന ഭൃത്യനോടാണ്. ഇനി 6-ാം തിരുവചനം, നവോമിയോടൊപ്പം മൊവാബിൽ നിന്ന് വന്ന മൊവാബി സ്ത്രീയാണിവൾ എന്ന് ഭൃത്യൻ മറുപടി നൽകി. നവോമിയോടൊപ്പം മൊവാബിൽ നിന്ന് വന്ന മൊവാബി സ്ത്രീയാണിവൾ എന്ന് ഭൃത്യൻ മറുപടി നൽകി. അപ്പോൾ ബോവാസ് ഈ യുവതി ആരാണെന്ന് ചോദിച്ചപ്പോൾ ഭൃത്യൻ നൽകിയ മറുപടി എന്താണ്? നവോമിയോടൊപ്പം മൊവാബിൽ നിന്ന് വന്ന മൊവാബ് സ്ത്രീയാണ് ഇവൾ എന്ന് ഭൃത്യൻ മറുപടി നൽകി. ഇനി 6-ാം തിരുവചനം, വയലിൽ കാല പെറുക്കാൻ അനുവദിക്കണമേ എന്ന് അവൾ അപേക്ഷിച്ചു. രാവിലെ മുതൽ ഇതുവരെ വിശ്രമമില്ലാതെ കാല പെറുക്കുകയാണ്. അപ്പം ഭൃത്യൻ തുടർന്ന് പറയുകയാണ് 7-ാം തിരുവചനത്തിൽ, വയലിൽ കാല പെറുക്കാൻ അനുവദിക്കണമേ എന്ന് അവൾ അപേക്ഷിച്ചു. രാവിലെ മുതൽ ഇതുവരെ വിശ്രമമില്ലാതെ കാല പെറുക്കുകയാണ്. 8-ാം തിരുവചനം, അപ്പോൾ ബോവാസ് റൂത്തിനോട് പറഞ്ഞു, മകളെ, കാല പെറുക്കാൻ ഇവിടം വിട്ടു മറ്റു വയലുകളിൽ പോകേണ്ട, എൻ്റെ ദാസിമാരോട് കൂടെ ചേർന്നുകൊള്ളുക. 9-ാം തിരുവചനം, അവർ കൊയ്യുന്നത് എവിടെയെന്ന് നോക്കി അവരെ പിന്തുടരുക. നിന്നെ ശല്യപ്പെടുത്തരുതെന്ന് ഭൃത്യന്മാരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിനക്ക് ദാഹിക്കുമ്പോൾ അവർ കോരി വെച്ചിട്ടുള്ള വെള്ളം കുടിക്കാം. അപ്പോൾ ബോവാസിൻ്റെ മനസ്സിൻ്റെ മഹനീയത എടുത്തു കാട്ടുന്ന തിരുവചനമാണ്. അതായത് കൊയ്ത്തുകാരോട്, തൻ്റെ ഭൃത്യന്മാരോട് ഇവളെ ശല്യപ്പെടുത്തരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്ന് മാത്രമല്ല, അവർ ഭൃത്യന്മാർ കോരി വെച്ചിട്ടുള്ള വെള്ളം കൂട്ട് നിനക്ക് ദാഹിക്കുമ്പോൾ എടുത്തു കുടിക്കാം എന്നുള്ള അനുവാദം കൂടി കൊടുക്കുകയാണ്. ഇനി 10-ാം തിരുവചനം, അവൾ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് ബോവാസിനോട് പറഞ്ഞു, അന്യനാട്ടുകാരിയായ എന്നോട് കരുണ തോന്നാൻ ഞാൻ അങ്ങേക്ക് എന്തു നന്മ ചെയ്തു? അപ്പോൾ അവൾ ബോവാസിൻ്റെ നന്മയ്ക്ക് നന്ദി പറയുകയാണ്. എങ്ങനെയാണ് നന്ദി പറയുന്നത്? അവൾ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് ബോവാസിനോട് പറഞ്ഞു. റൂത്ത് സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് ബോവാസിനോട് എന്താണ് പറഞ്ഞത്? അന്യനാട്ടുകാരിയായ എന്നോട് കരുണ തോന്നാൻ ഞാൻ അങ്ങേക്കെന്തോ നന്മ ചെയ്തു. അന്യനാട്ടുകാരിയായ എന്നോട് കരുണ തോന്നാൻ ഞാൻ അങ്ങേക്ക് എന്തു നന്മ ചെയ്തു എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ 11-ാം തിരുവചനത്തിൽ ബോവാസ് പറഞ്ഞു, ഭർത്താവിൻ്റെ മരണത്തിന് ശേഷം
നീ അമ്മായി അമ്മയ്ക്കും വേണ്ടി ചെയ്തതും മാതാപിതാക്കളെയും സ്വദേശത്തെയും വിട്ട് അപരിചിതരായ ജനത്തിൻ്റെ ഇടയിൽ വന്നതുമെല്ലാം എനിക്കറിയാം. അപ്പം ബോവാസ് തൻ്റെ നന്മ നിസ്സാരമാണെന്ന് വെളിപ്പെടുത്തുകയാണ്, അങ്ങനെ പ്രഖ്യാപിക്കുകയാണ്. 11-ാം തിരുവചനത്തിൽ റൂത്ത് 2:11 ബോവാസ് മറുപടി പറയുകയാണ്, ഭർത്താവിൻ്റെ മരണത്തിന് ശേഷം നീ അമ്മായി അമ്മയ്ക്ക് വേണ്ടി ചെയ്തതും മാതാപിതാക്കളെയും സ്വദേശത്തെയും വിട്ട് അപരിചിതരായ ജനത്തിൻ്റെ ഇടയിൽ വന്നതുമെല്ലാം എനിക്കറിയാം. അപ്പോൾ റൂത്തിൻ്റെ മാതാപിതാക്കളെയും സ്വദേശത്തെയും ഒക്കെ വിട്ട് അമ്മായി അമ്മയോടുകൂടെ വന്ന അമ്മായി അമ്മയെ പരിചരിക്കുന്നതും അമ്മായി അമ്മയുടെ അമ്മയെയും ചർച്ചക്കാരെയും ദൈവത്തെയും എല്ലാം സ്വന്തമെന്ന് കരുതി പിഞ്ചെന്നതിൻ്റെയും ഒക്കെ മഹനീയത ബോവാസ് ആരോ പറഞ്ഞ് കേട്ടിരിക്കുന്നു അല്ലേ? അങ്ങനെയാണ് എനിക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ അതുകൊണ്ട് ബോവാസ് എൻ്റെ കാരുണ്യപ്രവൃത്തിയേക്കാൾ മഹനീയമാണ് നിൻ്റെ പ്രവൃത്തി എന്ന് ബോവാസ് എടുത്തു പറയുകയാണ്. അപ്പോൾ 12-ാം തിരുവചനം, നിന്റെ പ്രവൃത്തികൾക്ക് കർത്താവ് പ്രതിഫലം നൽകും, നീ അഭയം പ്രാപിച്ചിരിക്കുന്ന ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് നിന്നെ സമൃദ്ധമായി അനുഗ്രഹിക്കും. 12-ാം തിരുവചനത്തിൽ ബോവാസ് റൂത്തിനെ അനുഗ്രഹിച്ച് പറയുകയാണ്. റൂത്ത് 2:12, നിന്റെ പ്രവൃത്തികൾക്ക് കർത്താവ് പ്രതിഫലം നൽകും, നീ അഭയം പ്രാപിച്ചിരിക്കുന്ന ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് നിന്നെ സമൃദ്ധമായി അനുഗ്രഹിക്കും. അതെ, റൂത്ത് 2:12, നിന്റെ പ്രവൃത്തികൾക്ക് കർത്താവ് പ്രതിഫലം നൽകും, നീ അഭയം പ്രാപിച്ചിരിക്കുന്ന ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് നിന്നെ സമർത്ഥമായി അനുഗ്രഹിക്കും. ഈ വചനം ആവർത്തിച്ച് പറഞ്ഞ് ഈ വചനം ദൈവം നമ്മോട് സംസാരിക്കുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെട്ടാൽ ആ വചനം ആവർത്തിച്ച് പറയുക. അങ്ങനെ അനുഭവപ്പെട്ടാലും നമ്മളും അനുഗ്രഹിക്കപ്പെടും കേട്ടോ. തിരുവചനം ആവർത്തിച്ച് പറയുമ്പോൾ നമ്മളും അനുഗ്രഹിക്കപ്പെടും. ഈ വചനം ദൈവം എന്നോട് പറയുന്നതായിട്ട് നമുക്ക് തോന്നിയാൽ നാം തീർച്ചയായിട്ടും അനുഗ്രഹിക്കും. അതുകൊണ്ട് ഈ വചനം നമുക്ക് ആവർത്തിച്ച് പറയാം. റൂത്ത് 2:12, നിന്റെ പ്രവൃത്തികൾക്ക് കർത്താവ് പ്രതിഫലം നൽകും, നീ അഭയം പ്രാപിച്ചിരിക്കുന്ന ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് നിന്നെ സമർത്ഥമായി അനുഗ്രഹിക്കും. ഇനി 13-ാം തിരുവചനത്തിൽ, അപ്പോൾ റൂത്ത് പറഞ്ഞു, യജമാനനെ, അങ്ങ് എന്നോട് വലിയ ദയയാണ് കാണിക്കുന്നത്. എന്തെന്നാൽ ഞാൻ അങ്ങയുടെ ദാസിമാരിൽ ഒരുവളല്ല, എങ്കിലും ഈ ദാസിയെ ആശ്വസിപ്പിക്കുകയും കരുണയോടെ സംസാരിക്കുകയും ചെയ്തു. അപ്പോൾ റൂത്ത് എന്താ പറയണത്? റൂത്തിൻ്റെ മഹനീയതയെ ഞാൻ അങ്ങനെ നല്ല കാര്യം ചെയ്തു, അങ്ങനെ വന്നതാണെന്ന് പറഞ്ഞ് തല ഉയർത്തി നിൽക്കുകയല്ല ചെയ്തത്. അപ്പോഴും റൂത്ത് എളിമപ്പെട്ട് ബോവാസിനെ പ്രശംസിക്കുകയാണ് അല്ലേ? അപ്പോൾ റൂത്ത് പറഞ്ഞു, യജമാനനെ, അങ്ങ് എന്നോട് വലിയ ദയയാണ് കാണിക്കുന്നത്. എന്തെന്നാൽ ഞാൻ അങ്ങയുടെ ദാസിമാരിൽ ഒരുവളല്ല. അതായത് റൂത്ത് അവളുടെ ഭൃത്യന്മാരിൽപ്പെട്ടവളല്ല, സ്വന്തക്കാരുമല്ല, ചാർച്ചക്കാരുമല്ല. എങ്കിലും ഈ ദാസിയെ ആശ്വസിപ്പിക്കുകയും കരുണയോടെ സംസാരിക്കുകയും ചെയ്തു. അപ്പോൾ ആ സമയത്ത് ബോവാസ് തൻ്റെ അമ്മായിയപ്പൻ്റെ കുടുംബത്തിൽപ്പെട്ടതാണെന്ന് മനസ്സിലാക്കിയിട്ടില്ല എന്ന് തോന്നുന്നു. ഇനി 14-ാം തിരുവചനം, ഭക്ഷണ സമയത്ത് ബോവാസ് അവളോട് പറഞ്ഞു, വന്നു ഭക്ഷണം കഴിക്കൂ, വീഞ്ഞിൽ മുക്കി അപ്പം ഭക്ഷിച്ചുകൊള്ളൂ. അങ്ങനെ അവൾ കൊയ്ത്തുകാരോടുകൂടി ഇരുന്നു. അവൻ അവൾക്ക് മലർ കൊടുത്തു. അവൾ ഭക്ഷിച്ചു തൃപ്തിയായി ബാക്കിയും വന്നു. ഭക്ഷണ സമയത്ത് ബോവാസ് അവളോട് പറഞ്ഞു, വന്നു ഭക്ഷണം കഴിക്കൂ, വീഞ്ഞിൽ മുക്കി അപ്പം ഭക്ഷിച്ചുകൊള്ളൂ. അപ്പോൾ അപ്പം വീഞ്ഞിൽ മുക്കി ഭക്ഷിച്ചു കൊള്ളാൻ പറഞ്ഞു. അങ്ങനെ അവൾ കൊയ്ത്തുകാരോടുകൂടി ഇരുന്നു. അവൻ അവൾക്ക് മലർ കൊടുത്തു. അവൾ ഭക്ഷിച്ചു തൃപ്തിയായി ബാക്കിയും വന്നു. 15-ാം തിരുവചനം, അവൾ കാലാപെറുക്കാൻ എഴുന്നേറ്റപ്പോൾ ബോവാസ് ഭൃത്യന്മാരോട് പറഞ്ഞു, അവൾ കറ്റുകളുടെ ഇടയിൽ നിന്നും ശേഖരിച്ചു കൊള്ളട്ടെ. അവൾ കാലാപെറുക്കാൻ എഴുന്നേറ്റപ്പോൾ ബോവാസ് ഭൃത്യന്മാരോട് പറയുകയാണ്, അവൾ കറ്റുകളുടെ ഇടയിൽ നിന്നും ശേഖരിച്ചു കൊള്ളട്ടെ. 16-ാം തിരുവചനം, അവളെ ശകാരിക്കരുത്, കറ്റുകളിൽ നിന്ന് കുറേശ്ശെ വലിച്ചൂരി അവൾക്ക് പെറുക്കാനിടണം, അവളെ ശാസിക്കരുത്. അപ്പോൾ കൊയ്യുമ്പോൾ കൊയ്ത്തുകാർക്ക് കൊയ്യാൻ പറ്റാതെ പോകുന്ന കതിർമണികളുണ്ട്. അത് പിന്നെ കറ്റ കെട്ടുമ്പോൾ അതിൻ്റെ ഉള്ളിൽ വരാതെയും താഴ്ചാടി പോകുന്നതൊക്കെ ഉണ്ട്. അത് പെറുക്കി എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു കുടുംബത്തിന് ഒരു നേരത്തെ ആഹാരത്തിനുള്ളതൊക്കെ കിട്ടും. അങ്ങനെയാണ് കൊയ്യുമ്പോൾ. ചില ഭൃത്യന്മാർ തന്നെ എല്ലാം കൊയ്ത് കഴിയുമ്പോൾ അതുകൂടി തങ്ങൾക്ക് കിട്ടുമല്ലോ എന്നോർത്ത് അത് പെറുക്കാനായിട്ട് പോവാറുണ്ട്. എന്നാൽ ഇവിടെ
അവൾക്ക് വലിച്ചോരി ഇട്ട് കൊടുക്കുകയാണ് കൂടുതലായിട്ട്. അതായത് അവൾക്ക് കാല പെറുക്കിയാൽ ഒരു നേരം കഴിക്കാനുള്ള ഭക്ഷണമൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ ഭൃത്യന്മാരോട് പറഞ്ഞു, അപ്പോൾ അവളോട് കറ്റുകളുടെ ഇടയിൽ നിന്ന് പെറുക്കിക്കൊള്ളാനായിട്ട് അനുവാദം കൊടുത്തിട്ട് അവൾ അങ്ങനെ പെറുക്കിയില്ല എന്നാണ് തോന്നുന്നത്. അതുകൊണ്ടാണ് ബോധപൂർവം ഇവളറിയാതെ കറ്റുകളിൽ നിന്ന് വലിച്ചൂരി അവൾക്ക് പെറുക്കാനിടണം, അവളെ ശാസിക്കരുത് എന്ന് ബോവാസ് അറിയിക്കുകയാണ്. ഇനി 17-ാം തിരുവചനം. അങ്ങനെ അവൾ സന്ധ്യ വരെ കാല പെറുക്കി, മെതിച്ചപ്പോൾ ഏകദേശം 1 ഏഫാ ബാർലി ഉണ്ടായിരുന്നു. അങ്ങനെ അവൾ സന്ധ്യ വരെ കാല പെറുക്കി, മെതിച്ചപ്പോൾ ഏകദേശം 1 ഏഫാ ബാർലി ഉണ്ടായിരുന്നു എന്നാണ് തിരുവചനം രേഖപ്പെടുത്തിയിരിക്കുന്നത്. വിശുദ്ധ ഗ്രന്ഥത്തിലെ ഏറ്റവും പുറകിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് 1 ഏഫ എന്ന് പറഞ്ഞാൽ 45 ലിറ്റർ എന്നാണ്. 45 ലിറ്റർ, അതായത് 45 ലിറ്റർ വെള്ളം കൊള്ളുന്ന ഒരു പാത്രത്തിൽ നിറച്ചെടുക്കാൻ ഉള്ള മാത്രം അവൾക്ക് കിട്ടി. അപ്പോൾ അവൾക്ക് അത്യാവശ്യം ഒരു ദിവസത്തേക്കുള്ളതല്ല, അതിൽ കൂടുതൽ ധാരാളമായി കിട്ടി. അങ്ങനെ കിട്ടാൻ കാരണം എന്തുകൊണ്ടാണ്? ബോവാസ് പറഞ്ഞ് ബോധപൂർവ്വം അതിൽ നിന്ന് കുറച്ച് അവളറിയാതെ തന്നെ പെറുക്കി, അവളറിയാതെ എന്ന് പറഞ്ഞിട്ടില്ലെങ്കിലും അവളറിയാതെ ചെയ്താണല്ലോ അവർക്കത് സന്തോഷത്തോടെ പെറുക്കിയെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ 1 ഏഫ എന്ന് പറഞ്ഞാൽ 45 ലിറ്റർ എന്നാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ പുറകിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇനി 18-ാം തിരുവചനം. അവൾ അതെടുത്തുകൊണ്ട് നഗരത്തിലേക്ക് പോയി, താൻ ശേഖരിച്ച ധാന്യം അമ്മായിയമ്മയെ കാണിച്ചു, ബാക്കി വന്ന ആഹാരം അവൾക്ക് കൊടുക്കുകയും ചെയ്തു. അപ്പോൾ അവൾ ഭക്ഷിച്ചു, തൃപ്തി വന്ന ആഹാരം ബാക്കി കൊണ്ടുവന്ന്, ധാന്യവും കൊണ്ടുവന്നു, ബാക്കി വന്ന ആഹാരവും അവൾ അമ്മായിയമ്മയ്ക്ക് കൊടുക്കുകയാണ്. അപ്പം റൂത്ത് 2:18 തിരുവചനം. അവൾ അത് എടുത്തുകൊണ്ട് നഗരത്തിലേക്ക് പോയി, താൻ ശേഖരിച്ച ധാന്യം അമ്മായിയമ്മയെ കാണിച്ചു, ബാക്കി വന്ന ആഹാരം അവൾക്ക് കൊടുക്കുകയും ചെയ്തു എന്നാണ് തിരുവചനം. ഇനി 19-ാം തിരുവചനം. അമ്മായിയമ്മ ചോദിച്ചു, എവിടെയാണ് ഇന്ന് നീ കാല പെറുക്കിയത്? എവിടെയാണ് ഇന്ന് നീ ജോലി ചെയ്തത്? നിന്നോട് കരുണ തോന്നിയ മനുഷ്യൻ അനുഗ്രഹീതനാകട്ടെ. താൻ ഇന്ന് ജോലി ചെയ്തത് ബോവാസിനോട് കൂടെയാണെന്ന് അവൾ അമ്മായിയമ്മയോട് പറഞ്ഞു. അപ്പോൾ അമ്മായിയമ്മ ചോദിക്കുകയാണ് 19-ാം വാക്യത്തിൽ, എവിടെയാണ് ഇന്ന് നീ കാല പെറുക്കിയത്? എവിടെയാണ് ഇന്ന് നീ ജോലി ചെയ്തത്? നിന്നോട് കരുണ തോന്നിയ മനുഷ്യൻ അനുഗ്രഹീതനാകട്ടെ. അപ്പോൾ റൂത്ത് 2:19 റൂത്തിനോട് നവോമി ചോദിക്കുന്ന ചോദ്യങ്ങൾ ഏതൊക്കെയാണ്? എവിടെയാണ് ഇന്ന് നീ കാല പെറുക്കിയത്? പിന്നെയോ എവിടെയാണ് ഇന്ന് നീ ജോലി ചെയ്തത്? എന്നിട്ട് റൂത്തിൻ്റെ അമ്മായിയമ്മ നവോമി പറയുകയാണ്, നിന്നോട് കരുണ തോന്നിയ മനുഷ്യൻ അനുഗ്രഹീതനാകട്ടെ. അതായത് ഒരു ദിവസം കാല പെറുക്കാൻ പോയാൽ സാധാരണ കിട്ടാൻ സാധ്യതയുള്ളത് എത്രയുണ്ടെന്ന് ആർക്കറിയാം? നവോമിക്കറിയാം. എന്നാലത് കിട്ടിയിരിക്കുന്നത് 1 ഏഫ ബാർലിയാണ്. അപ്പോൾ വളരെയധികം ഉണ്ട്. അവർക്ക് അത്യാവശ്യം ദാരിദ്ര്യമില്ലാതെ ഭക്ഷണം കഴിക്കാനുള്ളത് കിട്ടിയിട്ടുണ്ട്. വേറെ ആരുടെയും കീഴിൽ ആരോടും കൈനീട്ടാതെ, ഭിക്ഷയാചിക്കാതെ അത്യാവശ്യം ജീവിക്കാനുള്ള ഭക്ഷണം കിട്ടി. അപ്പോൾ അത്രയും നൽകി. അപ്പോൾ അങ്ങനെ നിന്നോട് കരുണ തോന്നിയ മനുഷ്യൻ അനുഗ്രഹീതനാകട്ടെ. അപ്പോൾ നമ്മളും നമ്മെ അനുഗ്രഹിക്കുന്നവരെ, നമ്മെ സഹായിക്കുന്നവരെ അനുഗ്രഹിക്കണം, അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. അത് ദൈവാനുഗ്രഹമുള്ള ഒരു ഇതാണ്. അപ്പം നമ്മോട് കരുണ കാണിക്കുന്നവർ, നമ്മെ സഹായിക്കുന്നവരോടൊക്കെ നമുക്കും ഇങ്ങനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കണം. നിന്നോട് കരുണ തോന്നിയ മനുഷ്യൻ അനുഗ്രഹീതനാകട്ടെ. അപ്പോൾ റൂത്ത് പറയുകയാണ്, താനിന്ന് ജോലി ചെയ്തത് ബോവാസിനോട് കൂടെയാണെന്ന് അവൾ അമ്മായിയമ്മയോട് പറഞ്ഞു. 20-ാം തിരുവചനം. നവോമി മരുമകളോട് പറഞ്ഞു, ജീവിച്ചിരിക്കുന്നവരോടും മരിച്ചവരോടും കാരുണ്യം കാണിക്കുന്ന കർത്താവ് അവനെ അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ബോവാസാണ് തൻ്റെ മരുമകളെ സഹായിച്ചതെന്ന് മനസ്സിലാക്കിയപ്പോൾ നവോമി മരുമകളോട് പറഞ്ഞു, ജീവിച്ചിരിക്കുന്നവരോടും മരിച്ചവരോടും കാരുണ്യം കാണിക്കുന്ന കർത്താവ് അവനെ അനുഗ്രഹിക്കട്ടെ എന്ന്. അപ്പോൾ കർത്താവ് അവനെ അനുഗ്രഹിക്കട്ടെ എന്ന് വീണ്ടും. അപ്പോൾ നവോമിയുടെ ഹൃദയത്തിലും ദൈവത്തിനോടും നന്ദിയാണ് അല്ലേ? ദൈവം അനുഗ്രഹിച്ചു. ഇതുവളെ അവളെ മാറാ എന്ന് വിളിച്ചാൽ മതി എന്ന് പറഞ്ഞ് വിലപിച്ചവളെ കർത്താവ് അനുഗ്രഹിച്ചപ്പോൾ ദൈവത്തിനോടും അവൾ നന്ദി പറയുക. ജീവിച്ചിരിക്കുന്നവരോടും മരിച്ചവരോടും കാരുണ്യം കാണിക്കുന്ന കർത്താവ് അവനെ അനുഗ്രഹിക്കട്ടെ എന്നാണ്. അവൾ തുടർന്നു, അവൻ നമ്മുടെ ബന്ധുവാണ്, ഒറ്റ ബന്ധുവാണ്. അപ്പോൾ അത് ആർക്കറിയില്ലായിരുന്നു? റൂത്തിനറിയില്ലായിരുന്നു. നവോമി പറയുകയാണ്, അവൻ നമ്മുടെ ബന്ധുവാണെന്ന് മാത്രമല്ല ഉറ്റ ബന്ധുവാണ് എന്ന് എടുത്തു പറഞ്ഞു. റൂത്ത് പറഞ്ഞു 21-ാം തിരുവചനത്തിൽ റൂത്ത് പറഞ്ഞു, കൊയ്ത്തു മുഴുവൻ തീരുവോളം വേലക്കാരോടുകൂടെ ഉണ്ടായിരിക്കണമെന്ന് അവൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. റൂത്ത്
എന്താണ് 21-ാം തിരുവചനത്തിൽ പറയുന്നത്? കൊയ്ത്തു മുഴുവൻ തീരുവോളം വേലക്കാരോട് കൂടെ ഉണ്ടായിരിക്കണമെന്ന് അവൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഇനി 22-ാം തിരുവചനം, നവോമി മരുമകളോട് പറഞ്ഞു, മറ്റു വയലുകളിൽ പോയി ശല്യം ഏൽക്കാനിടയാകാതെ നീ അവൻ്റെ ദാസിമാരോട് കൂടെ പോകുന്നതാണ് നല്ലത്. അപ്പം നവോമി മരുമകളോട് പറഞ്ഞു, മറ്റു വയലുകളിൽ പോയി ശല്യം ഏൽക്കാനിടയാകാതെ നീ അവൻ്റെ ദാസിമാരോട് കൂടെ പോകുന്നതാണോ നല്ലത്. അപ്പം ഇനി പോകുന്നത് എല്ലാ ദിവസവും ബോവാസിൻ്റെ വയലിൽ തന്നെ കാലാ പെറുക്കിയാൽ മതി എന്ന് നവോമി മരുമകളോട് പറഞ്ഞു. ഇനി 23-ാം തിരുവചനം, അങ്ങനെ ബാർലിയുടെയും ഗോതമ്പിൻ്റെയും വിളവെടുപ്പ് കഴിയുന്നതുവരെ അവൾ ബോവാസിൻ്റെ ദാസിമാരോട് ചേർന്ന് നിന്ന് കാലാപെറുക്കി തൻ്റെ അമ്മയോടൊത്ത് ജീവിച്ചു. റൂത്ത് 2:23, അങ്ങനെ ബാർലിയുടെയും ഗോതമ്പിൻ്റെയും വിളവെടുപ്പ് കഴിയുന്നതുവരെ അവൾ ബോവാസിൻ്റെ ദാസിമാരോട് ചേർന്ന് നിന്നു കാലാപെറുക്കി തൻ്റെ അമ്മയോടൊത്തു ജീവിച്ചു എന്ന്. ഓക്കെ, ദൈവത്തിന് സ്തുതി. അപ്പോൾ ഈ റൂത്തിൻ്റെ പുസ്തകം ലോഗോസ് ക്വിസിന് പഠിക്കാൻ വേണ്ടി മാത്രമല്ല, ആവർത്തിച്ച് കേൾക്കുന്നത് നല്ലതാണ്. വചനങ്ങൾ ആവർത്തിച്ച് കേൾക്കുമ്പോൾ ധ്യാനിക്കുമ്പോൾ വചനം നമ്മോട് സംസാരിക്കുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടും. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ലോഗോസ് ക്വിസ് എഴുതിയപ്പോൾ ഇങ്ങനെ വചനം ആവർത്തിച്ച് വായിക്കുമ്പോൾ വചനം നമ്മൾ സംസാരിക്കുന്നത്, ചില വചനങ്ങൾ വായിച്ചാൽ കേട്ടാൽ പിന്നെ ധ്യാനിച്ചാൽ നമുക്ക് അടുത്ത വചനം വായിക്കാൻ കഴിയില്ല. അത് നമ്മുടെ ഹൃദയത്തിൽ ഇങ്ങനെ ഇരുന്ന് കൊത്തിപ്പറിച്ച് അത് നമ്മെ അനുഗ്രഹിക്കാം വചനം. അപ്പോൾ അങ്ങനെയാണ് വചനം വായിക്കുമ്പോൾ ഹൃദയത്തിൽ വിശ്വാസം വർദ്ധിക്കും. നമ്മുടെ പാപശാപബന്ധനങ്ങളും പൈശാചിക പിടുകളും ഒക്കെ നാം അറിയാതെ തന്നെ നമ്മെ വിട്ടുപോകും. കർത്താവ് നമ്മെ ഉയർത്തും, കർത്താവ് നമ്മെ നയിക്കും. പരിശുദ്ധാത്മാവിൻ്റെ അത്ഭുതകരമായ സാന്നിധ്യവും സാമീപ്യവും നമുക്ക് ലഭിക്കും. അങ്ങനെ വചനം വായിച്ച് ധ്യാനിച്ച് ക്രിസ്തുവിനോട് ഐക്യപ്പെടുവാനും ആഴപ്പെടുവാനും ഏവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് സ്തുതി.